ഹാരി മുളഹോസിന്റെ ലാസ്റ്റ് മീറ്റിംഗിനാണുള്ളത്. ഡിയൻമുടി ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാരി മുളഹോസ് പറഞ്ഞു, പ്രിയമുള്ളവരെ, last 1 week I was preaching on John chapter 3 verse 16. ഇന്നെങ്കിലും ആ പാസേജ് എനിക്കൊന്ന് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്കൊരു പുതിയ പാസേജ് ഇതാ. കർത്താവ് പറഞ്ഞു, ദൈവസ്നേഹത്തെ കുറിച്ചാണോ നീ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇത് പ്രസംഗിച്ചാൽ മതി. അതുകൊണ്ട് ഇന്നും ഞാൻ അതേ പാസേജിൽ നിന്നാണ് വായിക്കുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ. ഗബ്രിയേലിനെയും മീഖായേലിനെയും ഒക്കെ വിളിച്ച്, ദൂതന്മാരെ വിളിച്ചിട്ട് ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവരൊരു പക്ഷേ സ്വർഗത്തിന്റെ മുകളിലത്തെ നിലയിൽ കയറിയുള്ള പുസ്തകങ്ങളെല്ലാം തപ്പിയെടുത്ത് തിരിച്ചു വന്നിട്ട് പറയും, യെസ്, ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എന്ത്? ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ, സോ ദാറ്റ് ഹൂസോർ ഷാൽ ബിലീവ് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റർണൽ ലൈഫ്. അതിവലിയ കാര്യം എന്താണ്? ദൈവസ്നേഹത്തെ ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയാൻ കഴിയുന്നത്? ഡിയൻമുടി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അന്നുവരെയും പാപിക്ക് നേരിടാൻ പോകുന്ന നരകത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവ് മനുഷ്യനെ ഇത്ര സ്നേഹിക്കുന്നുവെന്ന് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് ഈ ബോയ് പ്രീച്ചറിൽ നിന്നാണെന്നാണ് പറഞ്ഞത്, ഹാരി മുൾഹൗസിൽ നിന്ന്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ റിഡംഷന് വേണ്ടി കാൽവറി ക്രൂസിൽ കൊടുത്ത ബല, അതല്ലാതെ വേറെ എന്താണ് അവന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്? വേറെ എന്ത്? സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ്. അതാണ് ലോകത്തിൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഉപകാരം. അതാണ്. അല്ലാതെ എന്താ? എനിക്ക് കർത്താവ് തന്ന രോഗസൗഖ്യമോ, എനിക്ക് കർത്താവ് തന്ന മറ്റുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊന്നും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? കാര്യം ലോകത്തിൽ എന്തോ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് തരാനായിട്ട് കർത്താവിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് കർത്താവ് ഒരു വണ്ടി തന്നാലോ, വീട് തന്നാലോ, ജോലി തന്നാലോ, എനിക്കൊരു ജോലി തരാൻ വേണ്ടി കർത്താവ് എന്നെ പട്ടിണി കിടന്നോ? ഇല്ലല്ലോ. എനിക്കൊരു കാറ് തരാൻ വേണ്ടി കർത്താവ് എന്നെ സ്വർഗത്തിന്റെ ഒരു കോൺ എഴുതി വിറ്റോ? ഇല്ലല്ലോ. ഇല്ലല്ലോ. സ്വർഗത്തിന്റെ ഒരു കോൺ എഴുതി വിറ്റിട്ടാണോ കർത്താവ് എനിക്കൊരു കാറ് തന്നത്? എനിക്ക് ലോകത്തിലെ എന്തോ തരണമെങ്കിലും കർത്താവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ എന്നെ വീണ്ടെടുക്കുവാൻ അവന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടെടുപ്പിന്റെ ഈ വില മനസ്സിലാകും നമ്മൾ കാൽവറി ക്രൂശിലാണ്. He died for us. For God so loved the world that he gave his only begotten Son, so that whosoever believeth in him shall not perish but shall have eternal life. Hallelujah. അവന്റെ കരുണ, അവന്റെ സ്നേഹത്തിൽ നിന്നാണ് അവന്റെ കരുണ ഒഴുകുന്നത്, വേറെ ഒന്നുമല്ല. അവൻ നമ്മളെ സ്നേഹിക്കുന്നു, അവന്റെ സ്നേഹത്തിൽ നിന്നാണ് അവന്റെ കരുണ ഒഴുകി വരുന്നത്. ആ സ്നേഹത്തിൽ നിന്ന് ഒഴുകി വരുന്ന കരുണ, അവന്റെ കൃപ, അതും മതി എന്റെ രക്ഷയ്ക്ക്. വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും പറ്റത്തുമില്ല. ആ ഗ്രേസ്, അത് മാത്രം മതി. ആ കൃപ എവിടെ നിന്ന് ഒഴുകി വരുന്നത്? എവിടെ നിന്നാണ് അവന്റെ കൃപ? എവിടെ നിന്നാണ് ഒഴുകി വരുന്നത്? അവന്റെ കൃപ വരുന്നത് എവിടെ നിന്നാണ്? സ്നേഹത്തിൽ നിന്നാണ്. എത്ര അത്ഭുതമാണ്! അതുകൊണ്ടാണ് കൃപയേ 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 കൃപയേ. കർത്താവിന്റെ കൃപയല്ലാതെ വേറെ എന്താണ്? ജോൺ ന്യൂട്ടൻ പാടുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. See, amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. ജോൺ ന്യൂട്ടൺ ആണ് അത് എഴുതിയിരിക്കുന്നത്. ജോൺ ന്യൂട്ടൺ എഴുതുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കണം. അയാൾ ഒരു അടിമ വ്യാപാരിയായിരുന്നു. ഒരടിമ വ്യാപാരി. ഞാനും ജെസിയൊക്കെ ഞങ്ങൾ അടിമ വ്യാപാരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യും. അന്നുണ്ടായിരുന്ന കാര്യങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ബഗോമോയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഈ അടിമകളെ എല്ലാം കൂടെ കൊണ്ടിടുന്ന ഒരു ബ്ലോക്ക് ഹൗസ് ഉണ്ട്. ഒരു കാറ്റ് കിടക്കാത്ത ഒരു ബ്ലോക്ക് ഹൗസ്. എവിടുന്നെങ്കിലുമൊക്കെ ഈ ആളുകളെ
വനത്തിൽ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ പിടിച്ചു കൊണ്ടുവന്ന് ഇതിനകത്ത് തള്ളിക്കയറ്റിയിടും. നമ്മുടെ പണ്ടത്തെ വാഗൺ ട്രാജഡിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടിട്ട് പിന്നീട് കച്ചവടക്കാർ വരും. കച്ചവടക്കാർ വരുമ്പം ഓരോരുത്തരെ പുറത്തോട്ട് നടക്കും. എന്നിട്ട് ഇവന്റെ ആരോഗ്യമൊക്കെ നോക്കി ഒരു വിലയിട്ടിട്ട് അവിടെ നിന്ന് ഇത് ഞാൻ ടാൻസാനിയയുടെ കാര്യം പറയുന്നത്, ടാൻസാനിയയിൽ നിന്ന് സാൻസിബാറിലേക്ക് കൊണ്ടുപോകും. സാൻസിബാറിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ അറബി നാട്ടിലേക്കോ ഒക്കെ ഓരോരുത്തരെ കൊണ്ടുപോകും. അങ്ങനെ അടിമകളെ വാങ്ങി വിറ്റോണ്ടിരുന്ന ഒരു സ്ലേവ് ട്രേഡർ ആയിരുന്നു ആര്? ജോൺ ന്യൂട്ടൺ. അയാളില് എനിക്ക് പ്രയാസം അങ്ങനെ ഈ പണി കാണിക്കുന്ന ഒരാളിൽ ഒരു കരുണ തോന്നാൻ. നോർമലി ഒരു മനുഷ്യന് പ്രയാസമാണ് അല്ലേ? ഒരു അടിമ വ്യാപാരം, ബാക്കി എന്തും ആയിക്കോട്ടെ, മൃഗങ്ങളെ വിൽക്കൊന്നും അല്ലല്ലോ, വാങ്ങിക്കല്ലോ. മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ട്. കാര്യം മൃഗങ്ങളെ എതിർത്ത് നിൽക്കത്തില്ല. ഇവർ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ കൊല്ലാനേ അവർക്ക് മടിയില്ല. മൃഗങ്ങളെ എതിർത്ത് ഇപ്പൊ പശുവിനെ കാളയൊക്കെ കൊണ്ടുപോകുന്ന കൂട്ടത്തിനും വലിച്ചുകൊണ്ടങ്ങ് പോകാമല്ലോ. ഇത് വലിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കത്തില്ല. ഇവൻ ചിലപ്പോൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ തോക്കൊണ്ട് വെടിവെക്കും. അങ്ങനെ കൊല്ലാനും തിന്നാനും മടിയില്ലാതെ ജീവിച്ചവനായ ഒരു സ്ലേവ് ട്രേഡർ ആയിരുന്ന ജോൺ ന്യൂട്ടൺ ചോദിക്കുകയാണ്, എന്താ കർത്താവ് എന്നെ വീണ്ടെടുക്കാനുള്ള കാര്യം? കൃപയല്ലാതെ എന്താ? വേറെ എന്താ? അവനൊരു പേടിയും ഉണ്ടായിരുന്ന ആളല്ല. അവൻ ജീവിതം അങ്ങനെ ക്രൂരത മാത്രം ചെയ്തുകൊണ്ടിരുന്നതായ ജോൺ ന്യൂട്ടൺ. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എന്നെ പേടിക്കാൻ പഠിപ്പിച്ചത് തന്നെ കൃപയാണ്, എന്നെ പേടിയിൽ നിന്ന് വിടുവിച്ചതും കൃപയാണ്. കർത്താവിന്റെ കൃപ അല്ലാതെ നമുക്കൊന്നും പറയാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫെസ്യർ 2:5 അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരായ നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാലത്രേ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. ഇറ്റ്സ് ബൈ ഗ്രേസ് അലോൺ. വേറെ ഒന്നുമില്ല. കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. 8-ാമത്തെ വാക്യം വീണ്ടും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിശ്വാസത്താൽ അല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞു. എങ്ങനെയാണ്? കൃപയാൽ, വിശ്വാസം മൂലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃപ എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതാണ്. വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവിടെ പൗൽ പറയുന്ന ഈ വാക്ക് എന്നെ ഒത്തിരി അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ട്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ്, അത് നിങ്ങളുടെ കാര്യമൊന്നും അല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചെന്ന് പറയുന്നത് നിങ്ങളാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. പക്ഷെ അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കൃപയുണ്ടായിരുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ തന്നെ ദൈവകൃപ ഉണ്ടല്ലേ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുക. ഈ വിശ്വാസത്തിന്റെ ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഞാൻ രാവിലെ വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനോവികാരം മാത്രമൊന്നും അല്ല അല്ലേ? വിശ്വാസം എന്ന് പറയുന്നത് ആശ്രയമാണ്. ആരിലുള്ള ആശ്രയം? കർത്താവിലുള്ള ആശ്രയം. കർത്താവിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് വിശ്വാസം. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവൃത്തി വേണ്ടെന്നല്ല. പഴയ നിയമകാലത്ത് പ്രവൃത്തി ആയിരുന്നു രക്ഷയുടെ ആധാരമെങ്കിൽ അത് പ്രവർത്തിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ കഴിയും. ഇന്നും വാസ്തവം പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കണം. പക്ഷെ പ്രവർത്തിക്കുന്നത് അവന്റെ കഴിവിലല്ല. പ്രത്യേകത എന്താണ്? ദൈവപുത്രനിലുള്ള ആശ്രയത്താലാണ്. അല്ലാതെ ന്യായപ്രമാണം ഒഴിഞ്ഞു പോയിട്ടില്ല, ന്യായപ്രമാണം മാറിപ്പോയിട്ടില്ല. ന്യായപ്രമാണത്തിലൊരു പുള്ളിയെങ്കിലും ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകത്തില്ല. പക്ഷേ ആ ന്യായപ്രമാണം അനുസരിക്കാൻ ജഡത്തിന്റെ ബലഹീനത കൊണ്ട് എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിശ്വാസത്താൽ ആ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ എനിക്ക് കഴിയും. അതാണ് വിശ്വാസത്തിന്റെ പ്രത്യേകത. വിശ്വാസം എന്നെ അനുസരിക്കാൻ പ്രാപ്തനാക്കുന്നു. അല്ലാതെ വിശ്വാസം എന്നെ അനുസരിക്കാതിരിക്കുന്നതിന് കൃപ തരുന്നെന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസം എന്നെ എന്തിനാണ് സഹായിക്കുന്നത്? അനുസരിക്കാതിരിക്കാനല്ല, അനുസരിക്കാനാണ് സഹായിക്കുന്നത്. Now I can obey the commandments of God. എന്തുകൊണ്ട്? ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ. എന്നാൽ ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലേക്ക് കടക്കുന്നതിന്, ആ വീണ്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് എനിക്കിതൊന്നും പറ്റുമായിരുന്നില്ല. കാര്യം ഞാൻ ജഡമയനായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിച്ച് ജഡത്തിൽ മരിക്കുന്ന എനിക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്? എനിക്കതിനുള്ള
യാതൊരു രീതിയിലും എനിക്കത് കഴിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ജഡമയനല്ല, ഞാൻ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ദൈവത്തെ അനുസരിക്കാനുള്ള കൃപ. പാപിയിൽ, ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം, പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപക്ഷമയായിട്ടാണ്, കരുണയായിട്ടാണ്. പക്ഷെ വിശ്വാസിയിൽ കൃപ പ്രവർത്തിക്കുന്നത് ശക്തിയായിട്ടാണ്. എന്തിനുള്ള ശക്തി? പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി, അനുസരിക്കുവാനുള്ള ശക്തിയാണ് കൃപയിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അല്ലാതെ അനുസരിക്കാതിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല കൃപ എന്ന് പറയുന്നത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി, അതാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ദൈവം കൃപ തോന്നി എന്നെ രക്ഷിക്കാൻ വരണമായിരുന്നു. നമ്മളൊക്കെ പറയുമല്ലോ, ഞാൻ കൊഴിഞ്ഞ ചേറ്റിൽ കിടക്കുകയായിരുന്നു, കർത്താവ് ഒരു കയറിട്ട് എന്നെ വിടുവിച്ചു. ആ കയറ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ആ കയറ് വിശ്വാസമല്ല. നമ്മളെന്താ അത് വിശ്വാസത്തിന്റെ കയറിൽ തൂങ്ങിപ്പിടിച്ച്? അതല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നതെല്ലാം എന്താണ്? കൃപയാണ്. നമ്മളിൽ നിന്ന് വളരുന്നതാണ് എന്ത്? വിശ്വാസം. അപ്പൊ മോളിൽ നിന്ന് താഴോട്ടാണ് കയറ് വീഴുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് വിശ്വാസത്തിന്റെ കയറല്ല. എന്തിന്റെ കയറാണ്? കൃപയുടെ കയറാണ്. പിന്നെ വിശ്വാസം എന്താണ്? ഞാൻ ഇവിടത്തെ കയറി പിടിക്കണം. ഞാൻ ഇവിടത്തെ കയറി പിടിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? എനിക്ക് മുകളിലോട്ട് പൊങ്ങിപ്പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ കർത്താവ് എന്നെ വിടുവിക്കാൻ കൃപ കാണിച്ചു. ആ കൃപ ഞാൻ സ്വീകരിക്കുകയാണ്. റിസീവിംഗ് എൻഡിൽ മാത്രമാണ് ഞാൻ വിശ്വാസം പ്രായോഗികമാക്കുന്നത്. അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ കുഴഞ്ഞ ചേറ്റി കിടന്നിട്ട് എനിക്ക് എന്റെ വിശ്വാസത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വാസത്താൽ എന്തോ ചെയ്യാനാ? കൃപയില്ലെങ്കിൽ വിശ്വാസം കൊണ്ട് എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപയാലത്രേ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അതിനോട് ചേർന്ന് കൂടെയാണ്, അതിനും നിങ്ങൾ കാരണമല്ല. അതുപോലും ദൈവത്തിന്റെ കൃപയാണ്, വിശ്വസിക്കുന്നത് പോലും. അതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ വിശ്വാസം നമുക്കറിയാമല്ലോ, ഈ ഒരു കയറിൽ തൂങ്ങിക്കിടന്നാണ് എത്ര വേണം തൂങ്ങിക്കിടക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കൈയൊക്കെ തകർന്നു പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് പൊക്കി നമ്മളെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിന് പോലുമുള്ള, എനിക്ക് അതിനുള്ള ശക്തിയില്ല. കൃപയുടെ കയറിൽ തൂങ്ങിക്കിടക്കാനുള്ള ശക്തി പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല. അവിടെ ആ കൃപ ആശ്രയത്തിലേക്ക് വളരുന്നതിന് ഒരു ചെറിയ ഉദാഹരണം യിരെമ്യാവിന്റെ പ്രവചനത്തില്, അത് വേറൊരു ഭാഗമാണ് എങ്കിലും അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതിന്റെ 38 അധ്യായം 6 വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിലിട്ട് കളഞ്ഞു എന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മെലക് എന്ന ഷണ്ണൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമിൻ വാതിൽ കീഴിക്കുകയായിരുന്നു. ഏബദ് മെലക് രാജഗൃഹത്തിൽ ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ച്, യജമാനായ രാജാവ്, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകൻ ചെയ്തു നോക്കിയ അന്യായം അത്രേ. അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായിരിക്കാൻ അവൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശ്യനായ ഏബദ് മെലക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിച്ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബദ് മെലക്ക് ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴേ ചെന്ന് അവിടെ നിന്ന് പഴംതുണിയും കീറ്റത്തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ യിരെമ്യാവിന് കയറ് വഴി ഇറക്കിക്കൊടുത്തു. കൂശ്യനായ ഏബദ് മെലക്ക് യിരെമ്യാവിനോട്, ഈ പഴംതുണിയും കീറ്റത്തുണിക്കണ്ടങ്ങളും നിന്റെ കക്ഷത്തിൽ വെച്ച് അതിന്മേലെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവിനെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി യിരെമ്യാവ് കാവൽപുര മുറ്റത്ത് പാർത്തു. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്? ഈ കുഴിയിൽ ഇങ്ങനെ താണുകൊണ്ടിരുന്നപ്പോൾ കയറിട്ട് കൊടുത്താൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവത്തെ പിടിച്ചു കയറാനുള്ള ശക്തിയൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് പറയാണ്, നിനക്ക് അതിനുള്ള ശക്തിയില്ല. ശരിക്കും ചെളിയിൽ താണ എനിക്ക് ഈ കൃപയുടെ കയറിൽ തൂങ്ങിക്കയറാനുള്ള ശക്തി പോലും ഇല്ല. എല്ലാരും പ്രസംഗിക്കും, നീ വിശ്വസിക്കുക, ഇന്ന് രാത്രി വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ വിശ്വസിക്കാൻ പറ്റണ്ടായോ? നീ വിശ്വസിക്കുന്ന 16 പ്രാവശ്യം പറഞ്ഞാൽ ഉടനെ എനിക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാൻ തന്നെ എനിക്ക് എന്തുകൊണ്ടേ പറ്റുള്ളൂ? കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ എല്ലാരും പറയുമല്ലോ വിശ്വസിക്ക്, അതല്ല ഇന്ന് കേൾക്കുന്നതല്ല. നീ വിശ്വസിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുന്നു പറയുമ്പോഴും അതിനകത്ത് ശരിക്കും ഈ നമ്മുടെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം
വിശ്വാസം എവിടെ നിന്നാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? മനുഷ്യനിൽ നിന്നാണ്. അതുകൊണ്ട് ഈ വിശ്വസിക്കുന്നു പറയുന്ന ആളുകൾ പല സമയത്തും എന്താണെന്ന് അറിയാമോ? നമ്മളെ തന്നെ ഈ ഈസ്റ്റേൺ ചിന്തയും വേദപുസ്തകത്തിന്റെ ചിന്തയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ഈസ്റ്റേൺ ചിന്തയിൽ സെൽഫിനെ സ്ട്രെങ്തൻ ചെയ്താണ് അവർ പറയുന്നത്. സെൽഫിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ്. അതായത് എന്നിൽ തന്നെ എന്തുണ്ട്? ശക്തിയുണ്ട്. ആ ശക്തി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അത് അനുഭവിക്കണം. അതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കണം. സെൽഫിലുള്ള ശക്തിയെ ഞാൻ വ്യാപരിപ്പിക്കണം. അതിന് എ കൈൻഡ് ഓഫ് ഒരു ഓട്ടോ സജഷൻ നമ്മൾ പറയുമല്ലോ. ശരിക്കും അതാണ് ശരിക്കും ഇവിടെ ഇന്ന് നമ്മൾ ഈ ഈസ്റ്റേൺ മൈൻഡിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ക്രിസ്തീയ പ്രസംഗകരും വന്ന് ഈ ഈസ്റ്റേൺ മൈൻഡിനെ പോലെ ഓട്ടോ സജഷൻ, നീ വിശ്വസിക്കുക, നീ ഇരുന്ന് പ്രാർത്ഥിക്ക, വിശ്വസിക്കുക, അങ്ങനെ ഓട്ടോ സജഷൻ കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഈസ്റ്റേൺ ചിന്തയാണ്. അതൊരു ബിബ്ലിക്കൽ ചിന്തയല്ല. ബിബ്ലിക്കൽ ചിന്ത നമ്മളുടെ സെൽഫിനെ നമ്മൾ തകർത്ത് കളയുന്നതാണ്. അല്ലേ? ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ. അതായത് എന്റെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രത്യുത എന്റെ സെൽഫിലുള്ള സകല ആശ്രയത്തെയും നശിപ്പിച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വേദപുസ്തകത്തിന്റെ ഫെയ്ത്ത്. അല്ലാത്തത് ഈസ്റ്റേൺ ഫെയ്ത്ത് ആണ്. പൗരസ്ത്യ ചിന്തയിലെ വിശ്വാസമാണ് ഇന്ന് ക്രിസ്തീയ പ്രസംഗങ്ങളിൽ ടെലിവിഷനിലും മറ്റും കാണുന്നത്. പൗരസ്ത്യ മതചിന്തയിലെ ഫെയ്ത്തിന്റെ ഒരു ക്രിസന്റ് വേർഷനാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഓട്ടോ സജഷൻ നടത്താനല്ല. നിനക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കും, നിനക്ക് കഴിയും. അതെല്ലാം ഇവിടുത്തെ ധ്യാന ഗുരുക്കൾ പറയുന്ന, ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ നടത്തുന്ന യോഗയൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയൊക്കെയാണ് ഇതൊക്കെ. അത് പറയാനല്ല വേദപുസ്തകത്തിന്റെ പ്രസംഗകർ നിശ്ചയിക്കേണ്ടത്. അവർ നിശ്ചയിക്കേണ്ടത് നിനക്ക് കഴിയും, എനിക്ക് കഴിയത്തില്ലെന്നേ.